കാറുകൾക്കൊക്കെ ഇപ്പൊ മോഡിഫിക്കേഷൻ പറ്റും, UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ പറ്റും എന്നുള്ള രീതിയിൽ ഒരു കാർഡ് കണ്ടിരുന്നു. ഞങ്ങളത് മാനിഫെസ്റ്റോയിൽ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. കാരണം അപകടകരമല്ലാത്ത രീതിയിൽ വണ്ടിയിൽ നടത്തുന്ന മോഡിഫിക്കേഷൻസ് അതൊരു തെറ്റല്ല. അപകടകരമായ രീതിയിൽ വെക്കുമ്പോൾ മാത്രമാണ് അതൊരു തെറ്റാകുന്നത്. അപകടകരമായ രീതിയിൽ വെക്കാൻ സമ്മതിക്കില്ല. അല്ലാതെ നടത്തുന്ന മോഡിഫിക്കേഷൻ നടത്തട്ടെ. ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹങ്ങളല്ലേ, അവരത് ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നതല്ലേ. അത് കൊണ്ടു നടക്കട്ടെ, അതിനെന്താ തെറ്റ്? അപകടം വരുത്തി വെക്കുന്ന രീതിയിൽ മാത്രമേ സമ്മതിക്കാതിരിക്കുള്ളൂ. ബാക്കിയൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ പ്രളയ അത് തന്നെയാണ് ചെറുപ്പക്കാരുടെ ഒരു പൂതിയല്ലേ, അവരാഘോഷിക്കട്ടെ എന്നേ, അത്രേ ഉള്ളൂ. ഈ ഒരൊറ്റ പ്രസ്ഥാനം കൊണ്ട് കോൺഗ്രസിന്റെ ലെവൽ തന്നെ മാറിട്ടോ. ഇത്രയും ഇലക്ഷൻ, ഇത്രയും പ്രചരണങ്ങളും ഇത്രയും പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടും എന്താ പറയാ, യുവാക്കളെ കയ്യിലെടുത്തൊരു പ്രചരണം, അല്ലെങ്കിൽ യുവാക്കളെ വണ്ടിപ്പിരാന്തന്മാരുടെ നാട്ടില് വണ്ടിപ്പിരാന്തന്മാർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ്. വേറെ റേഞ്ച് ഈ ഒറ്റ വീഡിയോ കോൺഗ്രസിന്റെ പ്രചരണം തന്നെ വേറെ റേഞ്ചായി. എതിർപക്ഷക്കാർ പല രീതിയിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരാണ് നിയമം നിർമ്മിക്കുന്നത്, സുപ്രീം കോടതിയാണ് നിയമം നിർമ്മിക്കുന്നത്. എന്തൊക്കെയായാലും നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ എടുത്തു നോക്കിയാൽ അറിയാം. നമ്മളെ കേരളത്തിന്റെ നിലവിലെ അവസ്ഥയും തമിഴ്നാട്ടിലും ഇവിടെയൊക്കെ പോയി മോഡിഫിക്കേഷൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് ആലോചിച്ചൊക്കെ അറിയാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആ ടൂറിസ്റ്റ് ബസ്സിൻ്റെ പ്രശ്നമൊക്കെ വന്നപ്പോൾ എത്രയോ ആൾക്കാരാണ് ഈ പുറത്ത് പോയിട്ടൊക്കെ രജിസ്ട്രേഷൻ മാറ്റിയിട്ട് വരെ വണ്ടി അൾട്രേഷൻ ചെയ്താണ്ടൊക്കെ ഓടിയൊരു സമയം ഉണ്ടായിരുന്നു. എന്തായാലും ഇത് വേറെ റേഞ്ച് കേട്ടോ.